എൻ്റെ ബഹുമാനപ്പെട്ട ലാലിനും ഈ കിരീടം ടീമിനും എൻ്റെ സ്നേഹം. എനിക്ക് സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതൊരു വളരെ അപൂർവമായൊരു അനുഭൂതി നിറഞ്ഞ ഒരു വേദിയാണ്. ഇത് എൻ്റെ അവകാശമാണ് നിയോജനമായി ഞാൻ എത്തിയത്. ഇതിലെ പറഞ്ഞത് ലോഹിയാണ് എൻ്റെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത്. എല്ലാവരുടെയും നഷ്ടം തന്നെയാണ്, എന്നാലും ലോഹി ഇങ്ങനെ പിരിയാത്തൊരു സുഹൃത്തായിരുന്നു എൻ്റെ. ഈ പാട്ട് ചെയ്യുമ്പോൾ ജോൺസൺ ആദ്യം എന്നെ കേൾപ്പിച്ച ഒരു താളം എന്ന് പറയുന്നത് ശരിക്കും തകട എന്നുള്ള താളം പാട്ടിലെ കണ്ണീർ. അങ്ങനെ ഒരു താളത്തില് ആ മൂഡിൽ ഒരു പാട്ടെഴുതാൻ ബുദ്ധിമുട്ടാണ് ശരിക്കും. അതെന്തോ ഒരു ഗുരുത്വം കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ള വാക്ക് ഇത് വന്നപ്പോൾ അതത് കൃത്യമായിട്ട് വന്നതാണ്. എനിക്ക് അതുപോലെ അനുപല്ലവിലെ ഉണ്ണിക്കിടാവിന് നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴി എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും കേൾക്കാത്തൊരു സങ്കല്പമാണ്. അതൊക്കെ എനിക്ക് തന്നത് ദൈവമാണ്, മൂകാംബികയാണ്, ഞാനത് വിശ്വസിക്കുന്നു. അതേപോലെ 1000 കഴിഞ്ഞിട്ട് നിൽക്കുന്ന സൂര്യതാപമായി താതൻ്റെ ശോകം എന്ന് പറയുന്നത് അതുല്യമായ സങ്കല്പമാണ്. എനിക്ക് താങ്ങാൻ പറ്റാത്ത സങ്കല്പമാണ്. അതൊക്കെ അമ്മ തന്നതാണ് എനിക്ക്. അങ്ങനെ ആ ഒരു നന്മ നിറഞ്ഞ ഒരു അധ്യക്ഷ എനിക്ക് തന്നത്. ഈ ടീമിൽ നിന്ന് എനിക്ക് എത്രയോ പടങ്ങൾ, എനിക്ക് എത്രയോ നല്ല പാട്ടുകൾ തന്നു. എല്ലാവരും ശിവനും ലോകിയോടും പിന്നെ ലാലിനോടും എല്ലാവരോടും എൻ്റെ സ്നേഹമുണ്ട്. എൻ്റെ കുടുംബം തന്നെ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നത് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സോ മച്ച് ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അവർ ഇന്ന് ഈ വേദിയിൽ നമുക്കൊപ്പം എത്തിച്ചേർന്നതിന് കണ്ണീർ പൂവിലുള്ള വളരെ മനോഹരമായ ഒരു ഗാനം മലയാള സിനിമാ ലോകത്തിന് സമ്മാനിച്ചതിന് ആ ഒരു ഗാനം എത്രത്തോളം മലയാളികൾ എന്നും നെഞ്ചോട് ചേർപ്പിക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഗാനത്തിന്റെ ശബ്ദം, ആ ഒരു ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ പാട്ടുപാടുന്ന ലാലേട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ചെവി അറിയാതെ വന്ന് കേൾക്കുന്ന ഒരു ശബ്ദമാണ്. നമ്മളുടെ ഇവരുടെയും പ്രിയപ്പെട്ട the very own N.G. Srikumar sir. Sir, let me very humbly invite you all to the stage. കിരീടം എന്നൊരു ചിത്രത്തിലൂടെ ദേശീയ അംഗീകാരം വരെ നേടിക്കൊടുത്ത ആ ഒരു പാട്ടിന്റെ പിന്നിലുള്ള കഥകൾ ഒക്കെ കേൾക്കുന്നതിനായി warm welcome sir. മാന്യ സദസ്സിന് നമസ്കാരം. നന്ദി ആരെയും ഞാൻ ചൊല്ലേണ്ടു എന്ന ഒറ്റ വാക്കാണ് എൻ്റെ മനസ്സിൽ. ലോഹിയേട്ടൻ, സിബി, ഉണ്ണി, ദിനേഷ്, വിജയകുമാർ സാർ, അങ്ങനെ എല്ലാവരും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇതിൽ നടന്ന ഒരു സംഭവം 71 കോൾ ഷീറ്റ് ഫസ്റ്റ് സോങ്, സെക്കൻഡ് സോങ് 2 to 9. കൈതപ്പുറം ചേട്ടനുണ്ട്, നമ്മുടെ എല്ലാം എൻ്റെ സ്വന്തം ചേട്ടൻ ജോൺ ചേട്ടൻ, അദ്ദേഹം ഉണ്ട്. അപ്പം ഞാൻ 1 മണിയായപ്പോൾ ഞാൻ 70mm പ്രസാദ് തിയേറ്ററിലെത്തി. അപ്പം ഞാൻ കേൾക്കുന്നത് ഒരു പുതിയ ഗായകനും ചിത്രയും കൂടെ നിന്ന് പാടുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു മെലഡി സോങ്. അപ്പം ഞാനത് കേട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ബ്രേക്കിന് ശേഷം 2 മണിക്ക് ചേട്ടൻ എനിക്ക് വരികൾ പറഞ്ഞു തരുന്നു, കണ്ണീർ പൂവിൻ്റെ കവിളിൽ തന്നോടി. അപ്പം ആദ്യത്തെ വരി കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഇത്തിരി ശോകമാണ്. അപ്പോൾ അത് ആ ഫീല് കൊണ്ടുവരണം. പക്ഷെ എനിക്ക് അപ്പോഴും ആ മറ്റേ പാട്ട് എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പം ഞാൻ ജോൺ സാറിൻ്റെ അടുത്ത് പഠിപ്പിക്കാൻ കരുതും, കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ചേട്ടൻ ആ പാട്ട് എനിക്ക് തന്നിട്ട് ഈ പാട്ട് വേണം എൻ്റെ പുള്ളിക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക്
കൂട്ടാ എന്നെ കൂട്ടാന്ന് വിളിക്കും, കൂട്ടാ നീ ഇത് പാടും. പിന്നെ അത് വേറെ ചോദ്യമില്ല, എന്നാൽ ദേവരാജൻ മാസ്റ്റർ ശിഷ്യന അടുത്ത സെക്കൻഡിൽ അടിയാ വരുന്നത്. അപ്പോൾ ഞാനിത് പാടി കഴിഞ്ഞ് പിന്നെ ഞാൻ മറന്നു. അത് കഴിഞ്ഞ് ഫിലിം റിലീസ് ചെയ്തപ്പോൾ അതിനകത്ത് ഒറ്റ പാട്ടുകൾ, കണ്ണീർ പൂവിൻ്റെ കവളിൽ തൊഴിൽ തന്നോടി എന്ന ഈ ഗാനം മാത്രമേ സിനിമയിലുള്ളൂ. അതാണ് തലയിലെടുത്ത് എന്ന് പറഞ്ഞൊരു കാര്യം. അതിന് ആരെടുത്ത് ഞാൻ നന്ദി പറയണം ഞാൻ പറയുന്നത്. അത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് ഈ പാട്ടിനാണ്. കണ്ണീർ പൂവിൻ്റെ കവളിൽ തന്നോടി എല്ലാം നിമിത്തം. ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കിരീടം എന്ന സിനിമയിൽ എൻ്റെ പ്രിയപ്പെട്ട മോഹൻലാൽ അല്ലെങ്കിൽ കിരീടം എന്താകും എന്ന് ആലോചിക്കും. അനശ്വരമാക്കിയ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ, എൻ്റെ സ്വന്തം ഡാമി. ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. 1000 ഡിസംബർ സ്മൃതിയോട് ഇനിയും ഒരുപാട് വേഷങ്ങൾ ചെയ്യാനുള്ള അവസരം ലാലിന് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള ജഗദീഷ് പറഞ്ഞ പോലെ ശരിക്കും റിയൽ സ്റ്റോറി അങ്ങനെ എടുക്കാൻ വീണ്ടും സിബിക്കും സാധിക്കട്ടെ. ഈ ടീമിനെല്ലാം കൂടെ ചേർന്നിട്ട് നല്ല നല്ല ചിത്രങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ പടം എല്ലാവരും തിയേറ്ററിൽ കാണണം. കാരണം ഇപ്പം ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഡേ കാണണം എന്നൊരു മോഹം തോന്നി. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സർ. അപ്പൊ ഇത്രയൊക്കെ നമ്മൾ ആ പാട്ടിനെ പറ്റി കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും ആ ഒരു പാട്ടിന്റെ റീമാസ്റ്റേർഡ് വേർഷൻ കാണാനുള്ള കൗതുകം ഉണ്ടാകും. എനിക്കും ഉണ്ടാകും കൗതുകം. അപ്പൊ ആ കൗതുകത്തിന് ഇനി